ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനാറിൻ്റെ ബാക്ക് നമ്പർ പ്ലേറ്റിൻ്റെ റിബറ്റ് ലൂസായി. കുറച്ച് കട്ടറൊക്കെ ചാടി കുറച്ച് വൈബ്രേഷനൊക്കെ വന്നപ്പോൾ ഭയങ്കര സൗണ്ട്, ഇതിന് ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പോൾ ഞാനത് ഫിക്സ് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ലൂസായി കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ചിട്ട് റിബറ്റ് റിമൂവ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ റിബറ്റ് അടിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അത് സ്ക്രൂ ആൻഡ് നട്ടിട്ടിട്ട് ഫിക്സ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ആദ്യം ഞാൻ ആ കേടായ റിബറ്റ് അല്ലെങ്കിൽ ലൂസായ റിബറ്റ് റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്യാനായിട്ട് എൻ്റെ പഴയ ബോഷിൻ്റെ കട്ടർ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡിൽ റിബറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ഈ കട്ടർ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഈ കട്ടറാണെങ്കിൽ നൈസായിട്ട് പരിപാടി ഫിനിഷ് ചെയ്യും. നമുക്ക് കട്ടിങ് മെഷീൻ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യുക, അപകടങ്ങളൊന്നും വരുത്തി വെക്കരുത്. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്കിത് റിബറ്റിൽ നിന്ന് വിടിയിപ്പിച്ചെടുക്കാം. അതായത് റിബറ്റിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, അപ്പോൾ അതിങ്ങനെ പോരും ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ. ഇനി ഹോളിപ്പോൾ നമ്പർ പ്ലേറ്റുകൾ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ എന്താ പറയുന്നത്, നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പാണത്, ഹോൾഡറാണത്. അതിനകത്താണ് നമ്മളിനി സ്ക്രൂവും നട്ട് ഇട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ബാക്കി പരിപാടികൾ. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂവും നട്ടുമാണ് വാങ്ങിയേക്കണം. അതോടൊപ്പം തന്നെ 2 റബ്ബറിൻ്റെ വാഷറും മേടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് വൈബ്രേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് ഇങ്ങനെയാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ക്രൂ കൊണ്ട് സ്ക്രൂവിലൊരു വാഷർ ഇട്ടിട്ട് പുറത്തു നിന്ന് ഹോളിലൂടെ കയറ്റിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് റബ്ബറിൻ്റെ വാഷർ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പിൽ സെറ്റ് ചെയ്യും. 2 ഹോളിലും ഇതേപോലെ തന്നെ നട്ടും വാഷറും പിന്നെ റബ്ബർ വാഷറും ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചെറിയൊരു വൈബ്രേഷൻ സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ റബ്ബർ വാഷർ ഇട്ട് കൊടുക്കുന്ന ഇടയിൽ. ഇനി സ്പാനർ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. എനിക്കാകെ വന്ന ചിലവ് 5 രൂപയാണ് ഈ സ്ക്രൂ മേടിക്കാനായിട്ട്. 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂവും നട്ടും കൂടി, 2 സ്ക്രൂവും നട്ടും കൂടി എനിക്ക് ആകെ ചിലവ് വന്ന 5 രൂപയാണ്. റബ്ബറിൻ്റെ വാഷർ ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഷീൽഡിൻ്റെ ഇടയിൽ വെക്കാനായിട്ട് വാങ്ങിച്ച റബ്ബറിൻ്റെ വാഷറായിരുന്നു അത്. അതിൻ്റെ റേറ്റൊക്കെ മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. റൈഡ് സേഫ് ആൻഡ് എൻജോയ് യുവർ ലൈഫ്. മോനെ അത്തിക്ക സ്റ്റാർട്ട് ബീജം വിട്. Nothing can stop me, I'm all the way up.